കോഴിക്കോട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിലെ എംപിയുടെ ഒരു പ്രകടനത്തെ എങ്ങനെയാണ് സഖാവ് നോക്കിക്കാണുന്നത്? ഒരു പാർലമെന്റ് മെമ്പറിൽ നിന്ന് ജനങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു? സ്വാഭാവികമായിട്ടും പാർലമെന്റിന്റെ അകത്ത് രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാന്നുള്ളതല്ലേ, രാഷ്ട്രീയ ഡിബേറ്റിൽ പങ്കെടുക്കലല്ലേ. പ്രധാനപ്പെട്ട പാർലമെന്റ് വേദിയെ സമരവേദിയാക്കി മാറ്റാം, അത് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതെ അതെ പിന്നെ ഡിബേറ്റ് ശരിയായ നിലയിൽ ഡിബേറ്റ് ചെയ്യണ്ടേ, അത് രേഖയെ കിടക്കില്ലേ, അത് പുറത്തേക്ക് വരില്ലേ. അതെ അതെ എന്ത് ചെയ്യുന്നു നമ്മുടെ കോഴിക്കോട് MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ? ഞാൻ നടത്തിയ പ്രസംഗത്തിന്റെ നിരവധി വീഡിയോകൾ നമ്മുടെ സഖാക്കൾ ഇപ്പൊ എടുത്ത് പുറത്തിട്ടു. ഒന്ന് അപ്പുറത്തുനിന്ന് വരുമോ? അതെ അതെ അദ്ദേഹത്തിന് കഴിയില്ല. അതിപ്പോ അദ്ദേഹത്തിന്റെ കുറ്റമല്ല, അദ്ദേഹത്തിന്റെ ഒരു അപരാധമായിട്ടൊന്നും ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് അതേ കഴിയും. അപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി മെമ്പർ എന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നതാണ് ഏറ്റവും ഉചിതം. പാർലമെന്റ് ഇങ്ങനെയൊന്നുമില്ല. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഹൈ ഡിബേറ്റ് ഫോറമാണ്. ഭരണഘടനയെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും അന്തർദേശീയ ബന്ധങ്ങളെക്കുറിച്ചും ഇന്ത്യയും അന്തർദേശീയ ബന്ധങ്ങളിലുള്ള നിലപാടുകളെ സംബന്ധിച്ചുമൊക്കെ ഇഴകീറി ചർച്ച ചെയ്ത് പരിശോധിക്കേണ്ട സ്ഥലമാണ്. നാളത്തെ വിദ്യാർത്ഥികൾ ഈ രേഖകളൊക്കെ പരിശോധിക്കുമല്ലോ, പാർലമെന്റ് രേഖകൾ. അവിടെ ലൈബ്രറിയിൽ വന്നാൽ ഈ രേഖയൊക്കെ കിട്ടും. അവരെന്താ ഇത് നമ്മളിൽ നിന്ന് പഠിക്കേണ്ടത്? അതവിടെ ആ പ്രശ്നം. സമയം കിട്ടിയാൽ കേരള സർക്കാരിനെതിരെ 2 തെറി പറയും. കഴിഞ്ഞ സഭയിൽ പ്രതാപൻ ഉന്നയിച്ചത് ശബരിമലയിൽ സംരക്ഷണത്തിന് കേന്ദ്ര സേന അയക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ അവർ പറയുന്നത്. കേരള ഗവൺമെന്റിനെ ചീത്ത വിളിക്കും. പിണറായി വിജയന്റെ അഴിമതിയെക്കുറിച്ച് CBI അന്വേഷിക്കണം എന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. കേരളത്തെക്കുറിച്ചല്ല. കേരളത്തിന്റെ നേരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുന്നു കേന്ദ്ര. ആ വിഷയങ്ങൾ ഞങ്ങൾ നന്നായിട്ട് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സമരം ഡൽഹിയിൽ നടത്തി, കോൺഗ്രസ് നടത്തി. തലേന്ന് കോൺഗ്രസ് ഒരാളെയും വിളിച്ചില്ല. കോൺഗ്രസ് വിളിച്ചാൽ കേരള ഗവൺമെന്റ് പോവുമായിരുന്നു, ബംഗാൾ ഗവൺമെന്റ് പോകും, പിന്നെ തെലങ്കാന ഗവൺമെന്റ് പോകും, ഡൽഹി ഗവൺമെന്റ് പോകും. എന്തുകൊണ്ട് ഫെഡറലിസത്തെ തകർക്കുന്നൊരു പ്രശ്നം ദേശീയ പ്രശ്നമാക്കാൻ അവർ ശ്രമിച്ചില്ല? ഡൽഹിയിൽ വന്നത് നല്ലത് തന്നെ, പക്ഷെ അതിനേക്കാൾ വലുതാക്കായിരുന്നു. LDF സംഘടിപ്പിച്ച സമരത്തിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള നേതാക്കന്മാരാണ് വരുന്നത്, മുഖ്യമന്ത്രിമാരും ദേശീയ നേതാക്കളും. അത് വലിയ ചർച്ചയായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഒരു വിവേകമുള്ള ഒരാൾ ഏതിനെ തിരഞ്ഞെടുക്കണം? ആ ചോദ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്.